Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. കാലടി ബ്രഹ്മാനന്ദോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ VSSCയുടെ സഹായത്തോടെ സ്പേസ് ക്ലബ് ആരംഭിച്ചു. ശാസ്ത്രജ്ഞൻ N. ശ്രീനിവാസൻ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. കാലടി ബ്രഹ്മാനന്ദോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ VSSCയുടെ സഹായത്തോടെ സ്പേസ് ക്ലബ് ആരംഭിച്ചു. ISROയുടെ കീഴിലുള്ള ആലുവ APEP സെന്ററിന്റെ ജനറൽ മാനേജറും ശാസ്ത്രജ്ഞനുമായ N. ശ്രീനിവാസൻ സ്പേസ് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്പേസിനെ കുറിച്ചും ആകാശത്തെക്കുറിച്ചും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷം ഹ്യൂമൻ റേസ് സ്റ്റാർട്ടഡ് എക്സിസ്റ്റിംഗ് ആ സമയം മുതൽ അവരതിനെ ദൈവമായിട്ടും ദേവതകളായിട്ടും ഗോഡ്സ് ആൻഡ് ഗോഡസസ് ആയിട്ട് അതിനെ കണക്കാക്കി അവരാണ് നമ്മുടെ ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പല കാര്യങ്ങളിലും ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് നാച്ചുറലൈസ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യനാണ് ഏറ്റവും അടുത്തത്. സൂര്യൻ ഉള്ളതുകൊണ്ടാണ് ഭൂമിക്ക് ഒരു എക്സിസ്റ്റൻസ് ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി കാണാം. ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയ എല്ലാവർക്കും അറിയാം സൂര്യൻ്റെ എക്സിസ്റ്റൻസ് ആണ് ഭൂമിയുടെ നിലനിൽപ്പ്. സൂര്യൻ കെട്ടുപോയി കഴിഞ്ഞാൽ ഭൂമി ഉണ്ടാകില്ല. നാച്ചുറലി തണുത്തങ്ങ് പോകും എല്ലാത്തിനും. അപ്പോൾ അവരെ കുറച്ച് ദൂരെയുള്ള ചന്ദ്രൻ, അതിനപ്പുറത്തുള്ള ചൊവ്വ, എല്ലാത്തിനെയും ഒരു ദൂരെയുള്ള കോൺസ്റ്റലേഷൻസിനെ എല്ലാം നമ്മൾ പല ഇതായിട്ട് ദൈവമായിട്ട് ദേവതകളായിട്ട് അവരുടെ ഗണങ്ങളായിട്ടൊക്കെ കണക്കിലെടുത്തിട്ടാണ് നമ്മുടെ ആസ്ട്രോണമി, ഒറിജിനൽ ആസ്ട്രോണമി പിന്നെ ആസ്ട്രോളജിയിലേക്ക് വന്നു. സ്കൂൾ മാനേജർ ശ്രീ വിദ്യാനന്ദജി അധ്യക്ഷത വഹിച്ചു. conducting workshops and seminars on space related topics, providing educational materials and resources, organizing visits to ISRO centers and facilities, supporting hands-on projects and activities and motivating students to pursue career in space science and technology. As part of the program, students will have the chance to visit the Vikram Sarabhai Space Center, which was started by Sarabhai, I told you already. യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ K. ജയകുമാർ, PTA പ്രസിഡന്റ് NG സജിത്ത്, വാർഡ് മെമ്പർ PB സജീവ്, രശ്മി രാജൻ, സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും BARCയിലെ റിട്ടയർഡ് ശാസ്ത്രജ്ഞനും കൂടിയായ രാജൻ മേനോൻ, V. വിഷ്ണു, NK സൗമ്യ, PS ശോഭനാദേവി തുടങ്ങിയവർ സംസാരിച്ചു. പൊക്രാൻ 2 അണുവിസ്ഫോടനം നടത്തി കഴിഞ്ഞപ്പോൾ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളും അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളും ശാസ്ത്രരംഗത്ത് നേതൃത്വം കൊടുത്തിരുന്നവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മുകളിൽ കുറേ ഉപരോധങ്ങളും പ്രഖ്യാപിച്ചു. ഒരു സാമൂഹ്യശാസ്ത്ര അധ്യാപന ഞാനെന്ന് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ വളരെ വൈകാരികമായിട്ട് ഇതിനോട് പ്രതികരിച്ചിരുന്നു. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ട സാർ ഉൾപ്പെടുന്ന ശാസ്ത്രകാരന്മാർ അവരെ തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ക്രയോജനിക്ക് തന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങളുടേതായ ക്രയോജനിക്ക് ഞങ്ങൾ ഉണ്ടാക്കി പ്രൂവ്ഡ് ഇറ്റ്. അതാണ് ഏറ്റവും വലുത്. പറഞ്ഞില്ലേ സാറ് പറഞ്ഞ പോലെ എല്ലാ അറിവുകളുടെയും ലോകത്തിൻ്റെ തന്നെ ഹബ് ഓഫ് ദ നോളജ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമായിരുന്നു. ചില പുനർജനികളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. നളന്ദ സർവകലാശാല പുനർജനിച്ചു. നമ്മളെ സംബന്ധിച്ച് പ്രാചീന കാലം മുതലേ മനുഷ്യന്റെ ഭാവനയെ ഒരുപാട് ത്രസിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സ്പേസും അവിടുത്തെ ഓരോ കാര്യങ്ങളും ഒക്കെ ഒബ്സർവ് ചെയ്യുക, അത് കണ്ടെത്തുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശ്രീനിവാസ് സാറ് നമ്മുടെ ലോകത്തും അതുപോലെ ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ള ഈ രംഗത്ത് സ്പേസ് ടെക്നോളജി, സ്പേസ് റിസർച്ച് രംഗത്തുണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഇന്ന് രാവിലെ ടീച്ചറിന് മനസ്സിലായി. ക്ലാസ്സിൽ വന്നപ്പോൾ കുറേ അധികം പേർക്ക് പങ്കുചേരാനാകാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ സാരമില്ല, നമുക്ക് പോകെ എല്ലാവരെയും ചേർക്കാം. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ഡ്യൂട്ടി. ആദ്യമായിട്ട് നമുക്ക് തൻ്റെ സാന്നിധ്യം കൊണ്ട് അങ്ങേയറ്റം അനുഗ്രഹമായി തീരുന്ന നമ്മുടെ സ്വാമി ശ്രീ വിദ്യാനന്ദജി. സ്പേസ് ക്ലബ് എന്നൊരു സംരംഭം ഉദ്ഘാടനം നടക്കുന്ന മഹനീയ ചടങ്ങാണ് ഇന്ന് നടന്നത്. ഇതിലേക്ക് ഒരു എല്ലാവർക്കും നന്ദി അർപ്പിക്കാനുള്ള താല്പര്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്.